നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ സംഘർഷം. കായംകുളം കട്ടച്ചിറ ക്യാപ്റ്റൻ മെമ്മോറിയൽ സ്കൂളിന് മുന്നിലാണ് സംഘർഷം. പോളിംഗ് ബൂത്തിന് മുന്നിലേക്ക് വാഹനം കയറ്റാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതോടെ പോലീസും വാഹനം കയറ്റാൻ ശ്രമിച്ചവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. CPM പ്രവർത്തകരും പോലീസും തമ്മിലായിരുന്നു സംഘർഷം. കൊട്ടിക്കലാശത്തിൽ സംസ്ഥാനത്ത് ഭൂരിഭാഗം ഇടങ്ങളിലും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ പോളിംഗ് ബൂത്തിലും ഇത് ഇപ്പോൾ അരങ്ങേറുകയാണ്. പോളിംഗ് ബൂത്തിന് 200 മീറ്ററിനുള്ളിൽ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരുന്നതും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ വകവയ്ക്കാതെ രാഷ്ട്രീയ നേതാക്കളെ കയറ്റിവിടുന്നതുമാണ് പ്രധാനമായും സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ വേറെ എവിടെയും സംഘർഷങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പോളിംഗിനിടെ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 8 ആയി. കോട്ടയം വൈക്കത്ത് വോട്ട് ചെയ്യാൻ ഇറങ്ങിയ 84കാരി കുഴഞ്ഞു വീണു മരിച്ചു. വൈക്കം തൃക്കരായിക്കുളം റോസമ്മ ഔസേപ്പാണ് മരിച്ചത്. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. ആലപ്പുഴ മാവേലിക്കര കണ്ടിയൂർ UP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വ്യക്തി കുഴഞ്ഞു വീണു മരിച്ചു. മറ്റം വടക്കം പെരിങ്ങാട്ടുപള്ളിയിൽ പ്രഭാകരനാണ് മരിച്ചത്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷമാണ് പ്രഭാകരൻ കുഴഞ്ഞു വീണത്. തളിപ്പറമ്പ് ചുഴവി വേണുഗോപാല മാരാർ വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ തളർന്നു വീഴുകയായിരുന്നു. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം കിളിക്കൊല്ലൂരിൽ വോട്ട് ചെയ്യാനെത്തിയ ആൾ കുഴഞ്ഞു വീണു മരിച്ചു. ഇരവിപുരം മണ്ഡലത്തിലെ കിള്ളിക്കൊല്ലൂർ LP സ്കൂളിൽ 5-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. കല്ലുംതാഴം പാർവതി മന്ദിരത്തിൽ മണിയാണ് മരിച്ചത്. വോട്ടർ പട്ടികയിൽ പേര് കാണാത്തതിനെ തുടർന്ന് പോളിംഗ് ഓഫീസറുമായി സംസാരിക്കവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വയനാട് പനമരത്ത് വോട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുഴഞ്ഞു വീണു മരിച്ചു. അഞ്ഞണിക്കുന്ന ആദിവാസി കോളനിയിലെ ബാലനാണ് വഴിയിൽ കുഴഞ്ഞു വീണത്. പനമരം CHSൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പിൽ, പത്തനംതിട്ട റാന്നിയിലും എറണാകുളം കാലടിയിലുമാണ് മറ്റു മരണങ്ങൾ. കാലടിയിൽ പാറപ്പുറത്ത് കുമാരനാശാൻ സ്മാരകം LPS ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ കാഞ്ഞൂർ പാറപ്പുറം വെളുത്തേപ്പിള്ളി ത്രേസ്യക്കുട്ടി കുഴഞ്ഞു വീണു മരിച്ചു. വോട്ട് ചെയ്യാൻ സ്ലിപ്പ് വാങ്ങിയ ശേഷം ബൂത്തിനുള്ളിൽ തളർന്നു വീഴുകയായിരുന്നു. 2 കിലോമീറ്റർ അകലെ കാഞ്ഞൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ചൊക്ലി രാമവിലാസം HSS പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ വരിയിൽ നിന്ന സ്ത്രീ തളർന്നു വീണു മരിച്ചു. കാഞ്ഞിരത്തിന് കീഴിൽ മൂട്ടോളി വിജയിയാണ് മരിച്ചത്. പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ കയറിയ റാന്നി പേഴുംപാറ മൂശിയാരിയത്ത് ചാക്കോ മത്തായി കുഴഞ്ഞു വീണു മരിച്ചു. വടശ്ശേരിക്കര പഞ്ചായത്തിലെ പേഴുംപാറ DPM UPS 178-ാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് ചെയ്യാനെത്തിയത്. അതിനിടെ ഏനാദിമംഗലം ചായലോട് UPS സ്കൂൾ 143-ാം നമ്പർ ബൂത്തിൽ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണു. പിരളശ്ശേരി LPS 69-ാം നമ്പർ ബൂത്തിലെ പോളിംഗ് ഓഫീസർ പ്രണവ് കുമാറാണ് അപസ്മാര ബാധയെ തുടർന്ന് കുഴഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.